വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് വരുമ്പോൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. ഈ ഒന്ന് സാക്ഷരത ആദ്യം കിട്ടിയൊരു നഗരമാണ്. ആൾക്കാർക്ക് രാഷ്ട്രീയ ബോധവും അതേപോലെ തന്നെ സാംസ്കാരിക ബോധവും ഒക്കെ ഉള്ളൊരു ജില്ലയാണ്. ഓരോ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മളതിനെ അക്ഷര നഗരി എന്ന് വിളിക്കുന്നു. ഈ ക്യാമ്പസിൽ വരുമ്പോഴും അങ്ങനെ ഒരു ഫീൽ ഉണ്ട് അല്ലേ? ബെഞ്ചമിൻ ബെയ്ലിയുടെ അച്ചുകൂടത്തിന്റെ ഒരു വലിയ പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്ന്. നമ്മുടെ ഇന്ന് ആധുനിക രീതിയിൽ പുറത്തിറങ്ങുന്ന എല്ലാ അച്ചുകൂടങ്ങളുടെയും പഴയ മോഡൽ കേരളത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തിയ ഒരു നഗരം എന്നുള്ളതിന്റെ പ്രത്യേകതയുണ്ട്. എല്ലാ നഗരത്തിനും നഗരത്തിന്റേതായ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് CMS കോളേജിൽ നടക്കാൻ തീരുമാനിച്ചത് ഏതാണ്ട് 200 വർഷത്തിലേറെ പാരമ്പര്യമുള്ളൊരു കോളേജിന്റെ അകത്തളങ്ങളിൽ പഴയ വിദ്യാർത്ഥികാല ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നടക്കാമെന്നുള്ളൊരു ആവേശമുണ്ട്. ഈ കേരളത്തിലെ കോളേജുകളുടെ ക്യാൻറ്റീൻ നോക്കൂ. ഇത് ഈ CMS കോളേജിന്റെ ക്യാൻറ്റീൻ എനിക്ക് തോന്നുന്നു നമ്മുടെ KTDCയുടെ ബോൾഗാട്ടി പാലസിന്റെ ക്യാൻറ്റീൻ പോലെയാണ്. ഒന്ന് തിരിച്ചു നോക്കിയാൽ നമ്മൾ ചായ കുടിച്ചല്ലോ, അതിഗംഭീരമായിട്ടുള്ള തയ്യാറെടുപ്പാണല്ലോ സാധാരണ നിലയിലുള്ള കോളേജ് ക്യാൻറ്റീൻ. പക്ഷേ ഇപ്പോഴും CMS കോളേജിന്റെ ആംബിയൻസ്, അന്തരീക്ഷം നല്ലതുപോലെ ആ പഴമയുടെ എല്ലാ സ്വഭാവങ്ങളും ഒരുമിച്ച് നിർത്തി നല്ല വൃത്തിയോടെ നല്ല കൃത്യതയോടുകൂടി പാലിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പ്രിൻസിപ്പാളോട് പ്രത്യേക അഭിനന്ദനം അറിയിച്ചു. കാരണം വളരെ മനോഹരമായി എന്നാൽ പഴമയുടെ എല്ലാ പാരമ്പര്യവും ദീർഘകാലം മുമ്പ് വന്നിരുന്ന അതേ ക്യാമ്പസിലേക്ക് 1, 2, 3 പുതിയ കെട്ടിടങ്ങൾ വന്നതൊഴിച്ചാൽ പഴമയുടെ എല്ലാ പാരമ്പര്യവും നിലനിർത്തി വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നടക്കുന്നതിൽ സുഖമുണ്ട്. ഇതിനിടയ്ക്ക് പത്രമൊക്കെ വായിക്കാനുള്ള സമയം കിട്ടുമല്ലോ? കിട്ടും. എല്ലാത്തിനും സമയം അനുവദിച്ചു കൊടുത്തു പോയാൽ ഇതങ്ങ് മുട്ടുള്ളൂ. അപ്പോൾ വാർത്തയൊക്കെ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഇന്നിപ്പോ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ട് നമുക്ക് 3 പത്രങ്ങളുണ്ട്. മനോരമ, മാതൃഭൂമി, പിന്നെ ദേശാഭിമാനി. ഈക്വലി കോമ്പൻസേറ്റഡ്. അപ്പോ പ്രധാനപ്പെട്ട വാർത്ത ഈ സുരക്ഷാ വീഴ്ച എന്നുള്ളതാണ്. ഇന്നലെ അടുങ്ങിയിരുന്നു ആ വാർത്ത വരുന്ന സമയത്ത്. തീർച്ചയായിട്ടും പാർലമെന്റിനകത്ത് അത്തരം ഒരു വലിയ സുരക്ഷാ സംവിധാനം ഉണ്ടാകേണ്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നത് തന്നെ വളരെ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണ്ടി വരും ഈ കാര്യത്തെക്കുറിച്ച്. പ്രത്യേകിച്ച് ഒരു ഭരണപക്ഷ MP ആണ് ഇതിന് പാസ് കൊടുത്തത് എന്ന് പത്രമാധ്യമങ്ങൾ ഇന്നലെ തന്നെ, പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങൾ, വിഷ്വൽ മീഡിയാസ് ഇന്നലെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യത്തിൽ നേരത്തെ പ്രതാപ് സിൻഹ നേരത്തെ അരുൺ റിപ്പോർട്ടർ ചാനലിന്റെ പ്രേക്ഷകരോട് ഉന്നയിച്ചാണെങ്കിലും പറഞ്ഞതുപോലെ മറ്റൊരു തരത്തിൽ ഇത് മാറപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? ഒരു സാധാരണ നിലയിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് രാജ്യത്തെ ഗവൺമെന്റിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായിട്ടുള്ളൊരു പ്രതിഷേധമാണ് നടന്നത് എന്നാണ് മാധ്യമങ്ങളിലെല്ലാം കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട. അതും ഖലിസ്ഥാൻ തീവ്രവാദി പന്നന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. മാത്രമല്ല കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പഴയ പാർലമെന്റിൽ നിന്ന് രാജ്യത്തിന്റെ 75ാം വാർഷികത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പോയപ്പോൾ അതിന്റെ ആദ്യത്തെ പൂജ മുതൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞിരുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ മറ്റു പാർലമെന്റിൽ ഉണ്ടായതുകൊണ്ട് ഒരു സുരക്ഷാ വീഴ്ചയും വരാത്ത വിധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളെയും കാത്തുസൂക്ഷിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചൊരു കെട്ടിടം പണിയുന്നു എന്നുള്ളതാണ്. കെട്ടിടം പണിയുന്നതിലൊന്നും തർക്കമില്ല. പക്ഷെ അതായിരുന്നു പ്രഖ്യാപനം. എന്നിട്ടും ഇത്തരം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് വളരെ ഗ്യാസ് കാനിസ്റ്ററിനകത്ത് ഗ്രനേഡോ അതല്ലെങ്കിൽ അതിനകത്ത് പോയിസണസ് ഗ്യാസോ ആയിരുന്നെങ്കിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുകയില്ല എന്ന് മാത്രവുമല്ല, ഇത്രയും ദുർബലമാണോ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ എന്ന് തോന്നില്ലേ? നമ്മളിന്ന് കാണുന്ന പാർലമെന്റിന്റെ ചിത്രങ്ങളിൽ തന്നെ കാണുന്ന ഉയരുന്ന മഞ്ഞപ്പുക യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുമ്പിൽ പാർലമെന്റിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ വിശ്വസ്തത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സുരക്ഷ ഇങ്ങനെ ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് അന്യരാജ്യങ്ങളിൽ പോലും ചർച്ച വരാവുന്ന വിധത്തിൽ. കാരണം ഒരു പാർലമെന്റിനകത്ത് അല്ല ഒരു രാജ്യത്തിനകത്ത് അതിർത്തി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നിയമനിർമ്മാണം നടത്തുന്ന ഇന്ത്യയുടെ ലോകസഭ. ആ നിയമനിർമ്മാണം നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 549 അംഗങ്ങൾ മാത്രമുള്ളൊരു പാർലമെന്റിനകത്തേക്ക് ഇത്ര സുഖകരമായി നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ പ്രത്യേകമായ ഗ്യാസ് ഉൾപ്പെടെ കൊണ്ട് കടക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഗുരുതരമാണ്. ഇന്ന് പത്രങ്ങളുടെ പ്രധാന തലക്കെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് വീണ്ടും പാർലമെന്റിൽ വൻ സുരക്ഷാ വീഴ്ച എന്നതാണ്. 2001 അപകടം നടക്കുന്നത്, ആക്രമണം നടക്കുന്നത്. അന്ന് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച കാറാണ് അന്ന് സുരക്ഷാ വീഴ്ചയിൽ വരുന്നത്. 9 പേരാണ് കൊല്ലപ്പെട്ടത്. ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തത് പാർലമെന്റിൽ ഗുരുതര സുരക്ഷാ വീഴ്ച, നടുത്തളത്തിൽ ആക്രമണം എന്നുള്ളതാണ്. ദേശാഭിമാനി നടുത്തളത്തിൽ ആക്രമണം, പുകബോംബ്, പാർലമെന്റിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. മാതൃഭൂമിയുടെ തലക്കെട്ട് വീണ്ടും പാർലമെന്റിൽ വൻ സുരക്ഷാ വീഴ്ച, രാജ്യത്തെ ഞെട്ടിച്ച പാർലമെന്റിൽ വൻ സുരക്ഷാ വീഴ്ച, പുകയാക്രമണം എന്നതാണ് മനോരമയുടെ തലക്കെട്ട്. ഈ വാർത്ത വരുന്ന സമയത്ത് ഈ പത്രങ്ങൾ വായിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടല്ലോ യാത്രക്കിടയിൽ. ചായ മധുരമുള്ളതാണോ അതോ കോഫി വിത്ത് കോഫി ആക്കാം? അപ്പോ വിത്ത് ഷുഗറോ വിത്തൗട്ട് ഷുഗർ?
മിനിമം എല്ലാം മിനിമം മതി ആ അർത്ഥത്തിൽ. ശരി, ഇന്നലെ നമ്മൾ ഈ വാർത്തയിൽ തുടങ്ങിയാൽ ഇപ്പൊ പത്രങ്ങളിലെ വാർത്തകള്, വ്യാജ വാർത്തകൾ, ഇതൊക്കെ ഇന്നിപ്പോ നമ്മൾ ഇന്നലെ സംസാരിച്ചു തുടങ്ങിയിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ സംസാരിക്കുകയും ചെയ്തു. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. മുഖ്യമന്ത്രി പ്രസ് മീറ്റില് ഒരു ചാനലിന്റെ പേരെടുത്ത് യോജിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. അല്ല, അതിപ്പോ ഈ ഇന്ന് കണ്ടില്ല, ഒരു കുട്ടി കരഞ്ഞു നിൽക്കുമ്പോ ആ കുട്ടി ബസ് നീങ്ങുമ്പോഴുള്ള ഒരു ഉത്കണ്ഠയിലാണല്ലോ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പുറത്തുനിന്ന് ഒരാളാണത് ഇത് നേരെ തന്നെ ഡീകൺസ്ട്രക്ട് ചെയ്ത്. അപ്പൊ ഇപ്പോഴത്തെ അതെ, അദ്ദേഹമാണ് അത് പെട്ടെന്ന് അപനിർമ്മിച്ചത്. ഇങ്ങനെയല്ല, ഒരു ഫേക്കാണ് എന്ന് കണ്ടെത്തിയത്. അപ്പൊ ഇത് തന്നെയാണ് സാധാരണ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒന്നോ രണ്ടോ ആളുകൾ, ഇപ്പൊ ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, 18ാം പടി എന്നുള്ളത് ഒരു ആചാരപ്രകാരമുള്ള നിർമ്മിതിയാണ്. അത് ആ രൂപത്തിൽ അത്രയും പേര് കയറാൻ കഴിയുള്ളൂ. അപ്പൊ യഥാർത്ഥ ഭക്തനാണ്. ഇപ്പൊ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു, ചോദിച്ചാൽ എങ്ങനെയുണ്ട്, കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടായോ? പുള്ളി പറഞ്ഞ, അല്ല, ഈ ബുദ്ധിമുട്ട് കൂടി സഹിക്കലാണല്ലോ. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് സഹിച്ചേ അയ്യപ്പനെ കാണാൻ കഴിയുള്ളൂ എന്ന് കണ്ടാൽ അതല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടന്നാണ്. അപ്പൊ ഒരു ദിവസം വൈകുമ്പോഴേക്കും ഒരാള് ചാനലിൽ പറയാണ്, അയ്യോ ഞാൻ ഇവിടെ ചുമാലൂരാണ്. അപ്പൊ എന്ത് വൃതായിരിക്കും അത്? അതെല്ലാം ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് ഒറ്റ അടിക്ക് അറിയണം. കല്ലും മുള്ളും കാലുക്ക് മെത്തൈ. അതെ, കാലുക്ക് മെത്തൈ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അവര് കാണുന്നത് എത്ര കടുപ്പാണോ അത്രയും കടുപ്പെന്നുള്ളത് അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി അത്രയും കടുപ്പം തനിക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാണ് യഥാർത്ഥ ഭക്തൻ വിശ്വസിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് ഉടൻ തന്നെ ഒരാള്, ഞങ്ങൾക്ക് ഒരു ദിവസം കാത്തു വെക്കേണ്ടി വന്നു, അതുകൊണ്ട് ഞാനിതാ മാലൂരി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ഭക്തനായിരിക്കില്ലല്ലോ. ഇവർ കൊണ്ടുവരുന്ന ഓരോ നിർമ്മിതികളായിരിക്കില്ലേ. അപ്പൊ ശരിക്കിപ്പോ അവിടെ ആള് കൂടുമ്പോ സ്വാഭാവികമായിട്ടും താഴെ തിരക്ക് കൂടുമല്ലോ. അപ്പൊ ആ ഒരു ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് വല്ലാതെ അങ്ങ് പർവ്വതീകരിച്ചിട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുക, നേരെ വിശ്വാസമായി ബന്ധപ്പെടുത്തുക, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ശ്രമിക്കുക, വളരെ അപകടകരമായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ കേരളം പോലെ വളരെ പുരോഗതി ആർജിച്ചെന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ സ്ട്രോങ് അല്ലേ? സ്ട്രോങ് ആണ്, പക്ഷെ മീഡിയവുമാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു അപജയം നോക്കിക്കോളൂ. അവരുടൻ ഡൽഹിയിലാണല്ലോ. സേവ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ശബരിമല, BJP ഇടപെടണം, അകത്ത് അടിയന്തര പ്രമേയം. അപ്പൊ അതൊരു BJP കോൺഗ്രസ് ധാരണ വളരെ ശക്തമാണ്. അപ്പൊ ഇത് ആർക്കെങ്കിലും തന്നെ നേട്ടം കൊയ്യാൻ കഴിയോ? സുവർണാവസരം ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായി മാറണമെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു നിർബന്ധമുള്ളൂ. പക്ഷെ പതിവ് പോലെ അധിക സമയം നീണ്ടു നിന്നില്ല. ഇന്നിപ്പോ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഒരൊറ്റ പത്രം മാത്രമേ ഫ്രണ്ട് പേജിൽ ആ വാർത്ത കൊടുക്കുന്നുള്ളൂ. അത് മാതൃഭൂമിയാണ്. ഇന്നലെ മാതൃഭൂമി ആദ്യത്തെ പേജിൽ തന്നെ എഡിറ്റോറിയൽ എഴുതി മിനിസ്റ്റർ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു നേരത്തെ ബഹുമാനപ്പെട്ട രാജു മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 220 കോടി രൂപയാണ് ഈ ചെറിയ കാലം കൊണ്ട് ശബരിമല തീർത്ഥാടനത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊടുത്തത്. അപ്പോൾ സാധാരണ അങ്ങനെ നടത്തുന്ന ശബരിമല തീർത്ഥാടനത്തിൽ ഇപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം കഴിഞ്ഞു, ധാരാളമായ ആളുകൾ ഒരേ സമയത്ത് ഒരേ സ്ട്രീമിൽ ഒഴുകിയെത്തി തുടങ്ങി. 18ാം പടിയുടെ വീതി കൂട്ടാനാകില്ല, അതിലൊരു വിശ്വാസ പ്രമാണത്തിന്റെ പ്രശ്നമുണ്ട്. കയറാവുന്ന ഒരു മിനിറ്റിൽ കയറാവുന്ന ആളുകളുടെ എണ്ണം കൃത്യമായി നിജപ്പെടുത്തി. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക് ഉണ്ടായാൽ അതിനെ മറികടന്ന് ശബരിമലയിലെ തീർത്ഥാടനം ഒരുപോലെ സുഖകരമാക്കാനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിന്. സർക്കാരിന്റെ ഭരണപക്ഷത്തിന് മാത്രമല്ല, പ്രതിപക്ഷം കൂടി ഉൾപ്പെടുന്നതാണ് ഭരണകൂടം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്രൈസിസിനെ കേരളത്തിന് ഒറ്റക്കെട്ടായി മറികടന്ന് തീർത്ഥാടകർക്ക് അവസരം ഉണ്ടാക്കാൻ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വെക്കുന്നതിന് പകരം ഇത്രയും കാലമായി കേരളത്തെ നിരന്തരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനോട് ഇടപെടണം എന്ന് പറഞ്ഞ് നിർബന്ധമായി കൊണ്ടുവരുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യം ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടും. കാരണം ആളുകൾക്ക് ഇത് മനസ്സിലാകുന്ന. ഇന്നലെ ഞങ്ങൾ ജനസഭ എന്നൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അതിലൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അത് എനിക്കൊന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വൈറലായിട്ടുണ്ട്. കുറെ ചോദ്യങ്ങൾ പ്രതിപക്ഷത്തോട് ചോദിച്ചിരുന്നു, കേന്ദ്രത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ. അതായത് സാധാരണക്കാർക്ക് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം മനസ്സിലായി തുടങ്ങി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് വികസന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി തന്നെ അല്പം ക്ഷീണിതനുമാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി. കാരണം ഇടയ്ക്ക് പ്രസംഗം നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചുമച്ചതിന് ശേഷം. ഗവർണർക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ധനകാര്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക. പക്ഷേ ഇന്നലെ അവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അതൊരു ചോദ്യം കൂടിയാണ്, പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും. ചാഴിക്കാടനെ MP വിമർശിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ അതാണോ സംഭവിച്ചത്? അല്ല, അത് സ്വാഭാവികമായിട്ട് സ്വാഗതം പറയുമ്പോൾ പിന്നെ അതൊക്കെ നേരത്തെയുള്ള ഘട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണ്. സ്വാഗതം കഴിഞ്ഞത് അവിടെ. അപ്പൊ അത് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും അവതരിപ്പിക്കലാണുള്ളത്. അത് ആണ് ആ സമയം. പിന്നെ ഞങ്ങളാകെ 3 പേരാണ് പ്രസംഗിക്കുക. അതിന്റെ ഒരു ക്രമം അവിടെ സമയം എല്ലാം പാലിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ഇത് മാത്രമായിട്ടാണ്. അത് അങ്ങനെ കണ്ടിട്ടില്ല.
ഇപ്പൊ ചാഴിക്കാടിനെ സംബന്ധിച്ച് അതിനുശേഷം അവർ നമ്മൾ വളരെ വർത്തമാനം പറഞ്ഞല്ലേ പിരിഞ്ഞു പോയത്. എന്നുവെച്ചാൽ അത് ഒരു സ്വാഭാവികമായി നമ്മുടെ ഒരു ഘടന ഇതേവരെ പുലർത്തി വന്ന ഒരു രീതിയുണ്ട്. ആദ്യം 3 പേര് പോവും, അവർ പ്രസംഗിക്കും, ഓരോരുത്തർ ഇത്ര സമയം പ്രസംഗിക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ അതിനുശേഷം പിന്നെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പറയില്ല, അതിനുശേഷം മുഖ്യമന്ത്രിക്ക്, അങ്ങനെ കൃത്യമായ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ചാഴിക്കാടൻ കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന 2 MP-മാരിൽ ഒരാളാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ 2 ലോക്സഭാ അംഗങ്ങളാണ്. അതെ, LDF-ന്റെ ആയാലും UDF-ന്റെ ആയാലും കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന 2 ലോക്സഭ MP-മാരിൽ ഒരാളാണ്. ഇത് കൂടാതെ അദ്ദേഹം MP ഫണ്ട് 100% വിനിയോഗിച്ച ഇന്ത്യയിലെ തന്നെ അപൂർവ MP-മാരിൽ ഒരാളാണ്. അപ്പൊ LDF തന്നെ ഒരു വലിയ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ അത് അങ്ങനെയല്ല, അത് അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു ഇതിലാണ് പ്രതിപക്ഷ നേതാവ് ഉടൻ പത്രസമ്മേളനം. അപ്പൊ അതെല്ലാം ജനങ്ങൾ ഇതെല്ലാം കണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഒരു കാര്യം കൂടി, നമുക്ക് പാലക്കാട് നടക്കാൻ പോകുന്ന ഒരു പ്രതിഷേധത്തെ കുറിച്ച് കൂടി പറയണം. അതിനു മുൻപ് ഗവർണർ ഇപ്പോ ഈ സർക്കാർ ഗസ്റ്റ് ഹൗസ് ഉപേക്ഷിച്ച് കാലിക്കറ്റ് സർവകലാശാലയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് വരികയാണ്. നല്ല കാര്യമാണ് ചാൻസലർ എന്ന നിലയിൽ. പക്ഷെ വരുന്നതിന്റെ കാരണം SFIക്കാരോട് സമരം ചെയ്യാനും അവരോട് മല്ലിടാനുമാണ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചാൻസലർ ഇറങ്ങി ഈ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് വരുന്നത്. ഈ SFI പിള്ളേരോട് ഇതേപോലെ നിന്ന് സമരം ചെയ്യേണ്ട ഒരാളാണോ ചാൻസലർ? യഥാർത്ഥത്തിൽ അദ്ദേഹം രാജിവെച്ച് KSUവിന്റെയോ ABVPയുടെ പ്രസിഡന്റ് ആകാതിരിക്കുന്നില്ല, സംസ്ഥാന പ്രസിഡന്റ്, അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെയുള്ള ഒരു രീതി ചെയ്യൂ. നമ്മളൊരു ഗവർണർ, ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളല്ലേ. ഇവിടെ ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും, അവർ വിദ്യാർത്ഥികളാണല്ലോ, എന്തെങ്കിലും രൂപത്തിൽ വന്നു എന്ന് കരുതാം. അപ്പൊ അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കും? ഇതെല്ലാം KSUവിന്റെ ABVPയുടെ പ്രസിഡന്റ് ആവുന്നതായിരിക്കും ഗവർണർ നല്ലത്. എന്നാ വെച്ചാൽ നമ്മൾ ഓരോ പദവിയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് നേരത്തെ പറയുന്ന പോലെ ഇപ്പൊ പറയാൻ പറ്റും. നിങ്ങളുടെ ചർച്ചയിലിരിക്കുമ്പോൾ പറയുന്ന പോലെ ഇപ്പൊ പറയാതെ നമ്മളൊരു ചുമതല വഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഏത് ചുമതലയാണ് വഹിക്കുമ്പോൾ അതിലേക്ക് ഉയരാനാണ് ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് പരിമിതികൾ ഉണ്ടാവും, ചിലപ്പോൾ എത്തിയെന്ന് വരില്ല. എന്നാൽ അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് നേരെ ഒരു തരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് പോലും തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചാൻസലർക്ക് ഭരണഘടന പരിരക്ഷയില്ല. വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത് ചാൻസലർക്കെതിരായിട്ടാണ്, ഗവർണർക്കെതിരെയല്ല. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എന്തിനാ സമരം? ഇന്ന് അദ്ദേഹം സമൂഹത്തിന് മുമ്പിൽ പറയേണ്ടത് എന്താ? ഞാൻ നോമിനേറ്റ് ചെയ്ത ആളുകൾ ഇവരുടെ മെറിറ്റ് ഇതാ സമൂഹത്തിന് മുൻപിൽ വയ്ക്കുന്നു. ഞാൻ ഈ സർവകലാശാലകളുടെ നിലവാരം ഉയർത്താനാണല്ലോ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത. ഈ സർവകലാശാലയിലെ ഈ VC-മാർ നിർദ്ദേശിച്ച ആളുകൾ ഇതിന്റെ നിലവാരം തകർക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഇല്ലാത്തവരാണ്. ഇതാണ് അവരുടെ സ്ഥിതി. ഞാൻ ഇതാ ശുപാർശ ചെയ്ത ആളുകൾ, നക്ഷത്രങ്ങൾ, അവരിതാണ് എന്ന് പറഞ്ഞ് പറയട്ടെ സമൂഹത്തിൽ. അപ്പോഴാണല്ലോ അറിയുള്ളൂ. ഇത് വളരെ പൊളിറ്റിക്കലായിട്ട് ആളുകൾ വയ്ക്കുക, എന്നിട്ട് എന്തോ ഒക്കെ പറഞ്ഞു നടക്കുക. ഒരു കേരളത്തിന്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ തന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചോ ഭരണഘടനാ ചുമതലയെ കുറിച്ചോ പ്രാഥമിക ധാരണ പോലും ഇല്ലാതെ പ്രവർത്തിച്ച മറ്റൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവർണർ പദവി രാജിവെച്ച് KSU ABVP പ്രസിഡന്റ് ആവുന്നതാണ് നല്ലത് എന്നാണ് മിനിസ്റ്റർ P. രാജീവ് പറയുന്നത്. ഏതായാലും ഗവർണർ അത് പുനരാലോചിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. SFI പിള്ളേർ ഒരു സമരത്തിന് ആഹ്വാനം നൽകിയാൽ അതിനെതിരെ ഗവർണർ ഉടൻ പ്രതികരിക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞ ജനാധിപത്യ കേരളത്തിന്റെ. ഗുഡ് മോർണിംഗ്. ഇവിടെ കടുപ്പമുള്ള മീഡിയം ചായയാണ് ആവശ്യപ്പെട്ടത് മിനിസ്റ്റർ P. രാജീവ്. അപ്പൊ പാല് കുറച്ച്, മധുരം കുറച്ച്, മധുരം കൂട്ടി. അപ്പൊ മധുരം കൂട്ടി ഒരു ചായ, ഒരു പണിയുണ്ട്. തദ്ദേശ വകുപ്പ് പോലെ തന്നെയാ, ധാരാളം പണിയുണ്ട്. നേരത്തെ ചോദിച്ചതിൽ ഈ പരാതിയിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങളാണ് പ്രധാനപ്പെട്ട ആൾക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ ആ പ്രശ്നം, ഏറ്റവും കൂടുതൽ സ്റ്റാഫും ഉള്ളത്. എനിക്കൊന്ന് ഒരു മന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആർമിയാൽ നയിക്കപ്പെടുന്നതും ഇദ്ദേഹമാണെന്ന് തോന്നുന്നു. ഇത് പോലീസിനേക്കാൾ കൂടുതൽ സ്റ്റാഫുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റാഫ് ഉള്ളത് 30. പോലീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫ് ഉള്ളത് ഈ തദ്ദേശ വകുപ്പിലായിരിക്കും അല്ലെ, 30. പിന്നെ റവന്യൂ ആണ്. ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങ് പാലക്കാട് വാർത്തകളിലേക്ക് പ്രത്യേകിച്ച് ചുമതലക്കാരൻ കൂടി വന്ന സാഹചര്യത്തിൽ അങ്ങോട്ട് പോകാം. ഞാൻ പറഞ്ഞത് ഈ ജനാധിപത്യ കേരളത്തിന്റെ ക്ഷമ പരീക്ഷിക്കാൻ ഗവർണർ മുതിരരുത്. ജനാധിപത്യ കേരളത്തിന് ഒരു ക്ഷമയുണ്ട്, അതിന്റെ നെല്ലിപ്പടി വരെ ഇപ്പൊ എത്തി നിൽക്കുകയാണ്. അതിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യരുത്. ഇതൊരു ഒരു മാന്യത വിടാതെ ജനാധിപത്യ കേരളം ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഭരണഘടന എന്ന് പറയുന്ന നമ്മളെല്ലാം നയിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് വളരെ ബോധപൂർവമായി കേരളത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട എക്സിക്യൂട്ടീവിന്റെ ചെയർമാൻ കേരളത്തിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി താമസിക്കും, അങ്ങനെയാണെങ്കിൽ വരട്ടെ,
എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് എത്രമാത്രം ഗുണകരമാണ് എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ജനാധിപത്യ ബോധം പരിശോധിക്കും. ജനാധിപത്യ കേരളത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ഗവർണർ. അല്ല, തീർച്ചയായിട്ടും അതൊരു ഒരു അങ്ങനെ വെല്ലുവിളിക്കേണ്ട ആളാണ് ഗവർണർ. ഒരു ഭരണഘടനയുടെ സഹായത്തോടെ കേരളത്തിന്റെ എക്സിക്യൂട്ടീവ് പദവിയിലിരിക്കുന്ന ഒരു ഗവർണർ 3.5 കോടി വരുന്ന മലയാളി തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിനെയും ഗവൺമെന്റിന്റെ പോളിസിയെയും ഭരണഘടനാ പദവി കൊണ്ട് നേരിടാമെന്നൊക്കെ തീരുമാനിക്കുന്നത് വളരെ 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 ബാലിശമാണ്, അപമാനകരമാണ്. എം പി രാജേഷ് മിനിസ്റ്റർ, ഇന്നിപ്പോൾ നമ്മൾ ശബരിമലയിലെ കാര്യമാണ് സംസാരിച്ച് തുടങ്ങിയത്. ഇന്നിപ്പോൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജുകൾ ഞങ്ങൾ എല്ലാ പത്രങ്ങളും നോക്കുകയായിരുന്നു. ഒരു പത്രത്തിൽ മാത്രമാണ് ഫ്രണ്ട് പേജിൽ ശബരിമലയെക്കുറിച്ച് വാർത്തയുള്ളത്. ബാക്കിയെല്ലാം ഇപ്പോൾ ദേശാഭിമാനി പാർലമെന്റിലെ വാർത്തയാണ് ലീഡ് ചെയ്യുന്നത്. മനോരമയും ലീഡ് ചെയ്യുന്നത് ഈ പുകയാക്രമണം എന്നുള്ളതാണ്. മാതൃഭൂമി മാത്രമാണ് ദുരിതം പമ്പയിലേക്ക് എന്ന് പറയുന്ന ഒരു വാർത്ത. ഓക്കെ, കുറുവിലങ്ങാട്. അപ്പോൾ ദുരിതം പമ്പയിലേക്ക്, മറ്റിടങ്ങളിൽ ആശ്വാസം. ഇന്നലെ മാതൃഭൂമി ഇതിന് പ്രത്യേക എഡിറ്റോറിയൽ എഴുതിയിരുന്നു. ഒരു വ്യാജ വാർത്ത പ്രചരിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അതിലൊരു കുട്ടി അച്ഛൻ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കരഞ്ഞതിനെ തെറ്റായി പ്രചരിപ്പിച്ചു. ഇന്ന് അങ്ങയുടെ ജില്ലയിൽ കോൺഗ്രസ് ഒരു പ്രതിഷേധ ഭജന നടത്തുന്നുണ്ട്, ആ വാർത്ത ഉദ്ധരിച്ച്. അതാണ് നമ്മൾ അതിൽ നിന്ന് കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. ഈ വ്യാജ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആദ്യം പ്രചരിപ്പിച്ചു. പിന്നെ ആ വാർത്ത ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം എന്താണ്? വാർത്തയുടെ പ്രഭവ കേന്ദ്രം ഏതാണ് എന്നതാണ്. വാർത്തയുടെ പ്രഭവ കേന്ദ്രം കോൺഗ്രസ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ള PR ഏജൻസിയാണ് എന്ന് വേണം അനുമാനിക്കാൻ. അവർ സൃഷ്ടിക്കുന്ന ഒരു വാർത്ത അവർ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ അതിന് ഒരു ആധികാരികതയും വിശ്വാസ്യതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് വ്യാജമാണെന്ന് വളരെ പെട്ടെന്ന് പൊളിയുന്നു, തിരിച്ചറിയുന്നു. വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷവും ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിങ്ങളെ ഞാനത് അഭിനന്ദിക്കുന്നു, ഇത് വ്യാജമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തതിൽ. മറ്റേതെങ്കിലും മാധ്യമങ്ങൾ ഈ വീഡിയോ വ്യാജമായിരുന്നു, ബസ്സിൽ കയറി അച്ഛനെ കാണാത്തതുകൊണ്ട് ഉണ്ടായ പരിഭ്രാന്തിയിൽ നിലവിളിച്ചതാണ്, അത് മാത്രമാണ് എന്ന വസ്തുതയായിട്ട് ആരെങ്കിലും പറഞ്ഞില്ല. എന്നാൽ അത് വെച്ചിപ്പോ രാഷ്ട്രീയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴെങ്കിലും ഈ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമല്ലേ? അവർ നടത്തിയ പ്രചരണത്തെ ഇങ്ങനെ നാട്ടിൽ ഒരു കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ ദുരുപയോഗിക്കുമ്പോൾ അതങ്ങനെ ആയിരുന്നില്ല ആ വീഡിയോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തമില്ലേ? എന്തുകൊണ്ടാണ് പറയാത്തതിന്റെ കാരണം ഇതൊരു കേന്ദ്രത്തിൽ നിന്ന് സൃഷ്ടിച്ച വാർത്തയാണ് എന്നതുകൊണ്ടാണ്. PR ഏജൻസി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ധാരാളം ഒരുപക്ഷെ ഇത്രയും വലിയ മാനങ്ങളുള്ളതല്ലെങ്കിലും അല്ലാത്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജമോ അല്ലെങ്കിൽ അർദ്ധസത്യമോ ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിനിപ്പോ ഉദ്ദേശിച്ചതുപോലെ കത്തിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ടാണോ ഇതിപ്പോ പ്രതിഷേധ ഭജനയിലേക്കൊക്കെ മാറുന്നു? അപ്പോൾ ദുർബലമാവുന്നു, തിരക്ക് കുറയുന്നതോടുകൂടി അതിന്റെ കനം കുറഞ്ഞു. അതെ, കാരണം സുവർണാവസരം തേടുന്നതാണ്. അപ്പൊ ശബരിമലയിൽ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുമ്പോൾ നിരാശപ്പെടുന്നവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. അതാണ്, കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കിട്ടിയാൽ അവർക്ക് ഒരു ലഡു പൊട്ടുകയാണ് മനസ്സിൽ. അതല്ലേ നമ്മൾ കാണേണ്ടത്? എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു ബസ് കിട്ടാത്ത പ്രശ്നം വന്നാൽ തന്നെ ഒരു ലഡു പൊട്ടുകയാണ്. പിന്നെ അത് ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ അവരുദ്ദേശിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല. പഴയ കാലമല്ലല്ലോ, കാര്യങ്ങളെല്ലാം ആളുകൾക്ക് മനസ്സിലാവും വേഗത്തിൽ എന്നതുകൊണ്ട്. ഇന്നിപ്പോ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ലീഡുകൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, മനോരമയുടെ ലീഡ് ഈ രാജ്യത്തെ ഞെട്ടിച്ച പാർലമെന്റിൽ വൻ സുരക്ഷ, പുകയാക്രമണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നിമിഷം വരെയും. മഹുവ മൊയ്ത്രയെ രാജ്യസുരക്ഷയുടെ പേരിൽ കൂടിയാണ് പുറത്താക്കുന്നത്, അതും ID പാസ്വേഡും കൊടുത്തതിന്റെ പേരിൽ. പ്രതാപ് സിൻഹയാണ് ഈ അക്രമികൾക്ക് പാസ് കൊടുത്ത MP. പക്ഷെ ഇതൊരു BJP MP ആയി പോയി, പ്രതിപക്ഷത്തു നിന്നുള്ള MP അല്ല, പേരിൽ ഒരു മുസ്ലിമും ഇല്ല. തീർച്ചയായിട്ടും ഈ പാസ് കൊടുത്ത ഒരാൾ ഒരു പ്രതിപക്ഷ MP ആയിരുന്നു എന്ന് കരുതുക, എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ. അയാൾ രാജ്യദ്രോഹിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി അതിന് പുറമെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട MP ആയിരുന്നു എന്ന് കരുതുക, എന്നാ പിന്നെ പറയാനുണ്ടോ? അപ്പൊ BJP MP ആണ് എന്നതുകൊണ്ട് ഇതിനെ ലഘൂകരിക്കാനുള്ള ശ്രമം ഇപ്പൊ നമ്മൾ കാണുകയാണ്. മാത്രമല്ല, പാർലമെന്റിൽ 10 വർഷം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ഇത് അവിശ്വസനീയമാണ്. വിമാനത്താവളത്തിലുള്ളതിനേക്കാൾ സുരക്ഷയാണ് സാധാരണ പാർലമെന്റിൽ ഉള്ളത്. പല ഘട്ടങ്ങളിലുള്ള സുരക്ഷാ പരിശോധനകളുണ്ട്. ഒരു കടലാസ് കഷ്ണമോ പേനയോ പോലും ഗാലറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നിലധികം തവണ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയുണ്ട്, ഒന്നിലധികം തവണ ശരീര പരിശോധനയുണ്ട്. ഏറ്റവും അവസാനം ഗാലറിയിലേക്ക് കയറുന്നതിന് മുമ്പ് കയ്യിലുള്ള എല്ലാം
പേപ്പറാണെങ്കിൽ പോലും അവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ. കാരണം ഗാലറി കയറിയിരുന്ന് പേപ്പർ കീറി എറിയാൻ പാടില്ല എന്നതുകൊണ്ടാണ്. കടലാസ് കഷ്ണം കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്ത് ഈ പുക ആക്രമണം നടത്താനുള്ള സാമഗ്രിയൊക്കെ സോക്സിൽ ഒളിപ്പിച്ച് കൊണ്ടുപോയി എന്നത് അങ്ങനെ ഉപ്പ് കൂട്ടാതെ വിഴുങ്ങാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമല്ല. ശരി. ഇനി മറ്റൊരു വാർത്തയിലൂടെ വന്നത് മനോരമയുടെ ആദ്യ പേജിൽ ഒരു വാർത്ത ഇന്നിപ്പോൾ ഇന്നലെ UDF 17 സീറ്റ്, LDF 3 സീറ്റാണ് ഇപ്പോൾ അവരുടെ ഒരു പ്രീ പോളിൽ പ്രവചിച്ചിരിക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ തവണ 1 ആയിരുന്നു, പിന്നീട് കേരള കോൺഗ്രസ് വന്നപ്പോൾ 2 ആയി, ഇപ്പോൾ അത് 3 കിട്ടുന്നു. അതായത് UDF കയ്യിലുള്ള 2 സീറ്റുകൾ നഷ്ടപ്പെടും. ഞാൻ ഈ സർവേ കണക്കിലെടുക്കുന്നില്ല. ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും, വളരെ മെച്ചപ്പെട്ടതായിരിക്കും LDF ഉണ്ടാവുന്ന വിജയം. മാത്രമല്ല തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. ഈ സർവേ പ്രകാരമായിരുന്നെങ്കിൽ, ഇതേ ഏജൻസി നടത്തിയ സർവേ പ്രകാരമായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ മന്ത്രി എന്ന നിലയിൽ ഇരിക്കില്ലായിരുന്നു, കേരള നിയമസഭയിൽ ഇരിക്കില്ല, പ്രതിപക്ഷത്തും ഇരിക്കില്ല. കാരണം 10,000 വോട്ടിന് പരാജയപ്പെടുന്നായിരുന്നു സർവേ. അല്ല, തൃത്താലയില് 32 LDF MLA-മാർ പരാജയപ്പെടുമെന്നായിരുന്നു സർവേ. ഇപ്പൊ MM മണി പരാജയപ്പെടുന്നു പറഞ്ഞതാണ്, എത്ര വലിയ വോട്ടിന് പരാജയപ്പെടുന്നു പറഞ്ഞതാണ്. വലിയ വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. KK ശൈലജ കടുത്ത മത്സരം നേരിടുന്നു എന്നാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ശൈലജ ടീച്ചർക്കാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അതിനധികം സമയം ഞാൻ പക്ഷേ പ്രീ പോളിനേക്കാൾ ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിട്ടുണ്ട്. അവിടെ UDF വൻ മുന്നേറ്റമാണ് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. UDF 17 ഇടങ്ങളിലാണ് 33. 17 ബാക്കി 16 UDF അല്ല എന്നും കൂടിയാണല്ലോ ഇതിനർത്ഥം. അതുകൂടിയാണ് അതിനർത്ഥം. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മിക്കപ്പോഴും പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളുടെ ഒരു വാർഡിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനിടയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അതൊന്ന് പാലക്കാട് ജില്ലയിലാണ്. അവിടെ 10,000 വോട്ടിനാണ് LDF ജയിച്ചിട്ടുള്ളത്. ഒരു ജില്ലാ പഞ്ചായത്തിൽ അതാണ് രാഷ്ട്രീയമായിട്ട് വിധി എഴുതുന്ന സ്ഥലം. അവിടെ സ്ഥാനാർത്ഥിയല്ല നോക്കുന്നത്, മറ്റൊരു സ്ഥാനാർത്ഥിയാണ്, അയൽക്കാരനാണ്, കുടുംബ ബന്ധം ഉണ്ടാവും, സൗഹൃദങ്ങൾ ഉണ്ടാവും. ഇതിന്റെ എല്ലാം പേരിലായിരിക്കും ഓരോ വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ വാർഡിനെ ഒരു രാഷ്ട്രീയ വിലയിരുത്തലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ജില്ലാ പഞ്ചായത്തിന്റെ ഫലം കുറച്ചുകൂടി പൊളിറ്റിക്കലാന്നുള്ളത് വ്യക്തം. കാരണം സ്ഥാനാർത്ഥി ആരാന്ന് നോക്കിയിട്ടല്ലല്ലോ അവിടെ വോട്ട് ചെയ്യുന്നത്, അവിടെ രാഷ്ട്രീയമായിട്ട് മാത്രമാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോ 10,000 വോട്ടിന് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷം. ഇനി ഒരു കാര്യം കൂടി, ഇപ്പൊ ഗവർണറുടെ നോമിനേഷൻ വിവാദമായിട്ടുണ്ട്. ഇപ്പൊ ഗവർണർ SFI വിദ്യാർത്ഥികളുമായിട്ട് സമരം ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ്. ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാറി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ വന്ന് താമസിക്കാൻ പോകുന്നു. അതിന് ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഒരു കൈ നോക്കാൻ പോവുകയാണ് എന്നാണ്. SFIയുമായിട്ട് ഈ SFIയുമായിട്ടൊക്കെ കൊമ്പ് കോർക്കേണ്ട ഒരാളാണോ ഗവർണർ? അതാണ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഗവർണർക്ക് ഒന്നുകിൽ അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനും പാലിക്കാനും കഴിയേണ്ടതാണ്. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ മിനിമം അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ പക്വതയും മിതത്വവുമെങ്കിലും കാണിക്കാൻ കഴിയേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ഒരു വിചിത്രമായ കാഴ്ച കേരളത്തിൽ കാണുകയാണ്. ഒരു ഗവർണർ നാട് മുഴുവൻ തെരുവിലിറങ്ങി നിന്ന് വെല്ലുവിളിക്കുകയാണ്, വാടാ എന്ന് വെല്ലുവിളിക്കുകയാണ്. ആ പ്രായമൊക്കെ അദ്ദേഹത്തിന് എന്നേ കഴിഞ്ഞില്ലേ? മാത്രമല്ല, അങ്ങനെ ഒരു പദവിയിലാണോ അദ്ദേഹം ഇരിക്കുന്നത്? തെരുവിലിറങ്ങി വെല്ലുവിളിക്കുന്ന ഗവർണർ, ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവർണർ വലിയ ബാധ്യതയായിട്ട് മാറുകയാണ് കേരളത്തിന്. കുട്ടികളുടെ പ്രായമാണോ അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത്? കൊച്ചു കുട്ടികളെയാണ് വെല്ലുവിളിക്കുന്നത്, വിദ്യാർത്ഥികളെയാണ്. നവകേരള സദസ്സിനെതിരെയും വിമർശനം ഉന്നയിച്ചു. ഈ യാത്ര പരാതി സ്വീകരിക്കാൻ മാത്രമുള്ളതാണ്, ആ പരാതിയിലൊന്നും നടക്കുന്നില്ലെന്നാണ് ഗവർണറുടെ ആക്ഷേപം. അത് ഗവർണർ അല്ലല്ലോ അതിൽ നടപടി സ്വീകരിക്കുന്നത് ഗവൺമെന്റ് അല്ലേ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗവർണർ ഇപ്പൊ കേരളത്തിലെ സംയുക്ത പ്രതിപക്ഷത്തിന്റെ നേതാവാണ്. എന്നാൽ ഈ ഗവർണർ ചെയ്തത് എന്താ? അതിനെക്കുറിച്ച് ഇന്നലെ ഞാനൊരു പ്രധാന പത്രത്തിൽ 2 വാർത്തകൾ ഗവർണറെ കുറിച്ചുള്ളത് ഉള്ളിലാണ്. യഥാർത്ഥത്തിൽ ഒന്ന്, ഗവർണർക്ക് തിരിച്ചടി, സെനറ്റ് നോമിനേഷൻ ഹൈക്കോടതി സ്റ്റേ ചെയ്ത കാര്യം. അത് മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ആയിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു വരിക? കേരളത്തിൽ ഒന്നാമത്തെ പത്രത്തിൽ വരുമായിരുന്നു എങ്ങനെയായിരുന്നു? ഉള്ളിൽ വളരെ കഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഗവർണർക്ക് തിരിച്ചടി. രണ്ടാമതൊരു വാർത്ത, ഗവർണർ തഴഞ്ഞത് കലാപ്രതിഭ ഉൾപ്പെടെയുള്ളവരെ എന്നാണ് വേറൊരു വാർത്ത. അപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സർവകലാശാല കലാപ്രതിഭ ഉൾപ്പെടെ അക്കാദമികവും അക്കാദമികേതരവുമായ മികച്ച യോഗ്യതകളുള്ളവരെ തഴയുന്നു. അതിനെതിരെയല്ലേ പ്രതിഷേധം? അങ്ങനെ ഒരു കൊലക്കേസിലെ പ്രതിയുടെ ഭാര്യയെ സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് ഗവർണർ തെരുവിലിറങ്ങി വെല്ലുവിളിക്കുകയാണ്, വാടാ
എന്ന് വെല്ലുവിളിക്കുകയാണ്. ഗവർണർ സംയുക്ത പ്രതിപക്ഷത്തിന്റെ തലപ്പത്താണ് ഇരിക്കുന്നത്, നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. നേരത്തെ പി രാജീവ് MP പറഞ്ഞിരിക്കുന്നത് KSUവിന്റെ ABVPയുടെ പ്രസിഡന്റ് ആവുന്നതാണ് ഗവർണർക്ക് നല്ലത്. ശ്രീ രാജൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ജനാധിപത്യ കേരളത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നതാണ്. നമ്മൾ ഈ പ്രഭാത വാർത്തയിൽ നമ്മളിനി മന്ത്രിമാർക്കൊപ്പം അവരുടെ പ്രതികരണങ്ങൾ ഓരോ വിഷയത്തിലും എടുക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി ഒരൊറ്റ കാര്യം കൂടി നമുക്ക് പറഞ്ഞത് അവസാനിപ്പിക്കാം. ഈ പത്രമൊക്കെ വായിക്കാനോ മറ്റു വായനയ്ക്കുള്ള സമയം ഈ യാത്രക്കിടെ കിട്ടുന്നുണ്ടോ? കാര്യമായി മറ്റു വായനയ്ക്കുള്ള സമയം കിട്ടുന്നില്ല. പത്രം വായിക്കുന്നതിന് കാരണം രാവിലെ നേരത്തെ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് പത്രം രാവിലെ ഒന്ന് ഓടിച്ചു നോക്കും. പിന്നെ പത്രമെല്ലാം എടുത്ത് ബസ്സിൽ വയ്ക്കും. പിന്നെ ബസ്സിലിരുന്നാണ് വായിക്കുന്നത്. പിന്നെ വിശദമായിട്ട് ഉച്ചയ്ക്കുള്ള ഒരു കുറച്ച് സമയം ഇടവേള കിട്ടും. വളരെ വലിയ മിസ്സിംഗ് ആണ്, വളരെ വലിയ. കാരണം 10 വർഷം ഞാൻ പണ്ട് SFI ആയിരുന്ന കാലം മുതൽ വന്നിരുന്നതാണ്. അരുൺ എല്ലാം അറിയാവുന്നതാണല്ലോ. വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നെ 10 വർഷം അത് നഷ്ടപ്പെട്ടു. കാരണം പാർലമെന്റ് സമ്മേളനം ചേരുമ്പോഴാണ് എപ്പോഴും ഡിസംബർ എന്ന് പറഞ്ഞാൽ ശൈത്യകാല സമ്മേളനം നടക്കുമ്പോഴാണ്. 10 വർഷം എനിക്ക് വരാനേ പറ്റിയിട്ടില്ല. MP അല്ലാതായ ശേഷം വീണ്ടും തുടർച്ചയായിട്ട് ഫിലിം ഫെസ്റ്റിവലിന് വന്നുകൊണ്ടിരുന്നു. സ്പീക്കറായിരിക്കുമ്പോൾ ഒക്കെ ധാരാളം സിനിമകൾ 16 സിനിമയാണ് കഴിഞ്ഞ വർഷം ഞാൻ കണ്ടത്, കഴിഞ്ഞിട്ട് 30 വർഷം കണ്ടത്. കഴിഞ്ഞവണ് അത്രയും പറ്റിയില്ല, അപ്പോഴേക്കും മന്ത്രിയായി പോയിരുന്നതുകൊണ്ട്. എന്നാലും ധാരാളം സിനിമകൾ കണ്ടിരുന്നതാണ്. ഇത്തവണ അതൊരു വലിയ നഷ്ടമാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു മിനിസ്റ്റർ. നമുക്ക് നാളെ രാവിലെ വീണ്ടും കാണാം.